കഴിഞ്ഞ ദിവസം രാവിലെ 6:30 മണിക്ക് ഞാൻ കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ തൊട്ടടുത്ത് ടേബിളിൽ ഒരു സ്ത്രീ ഇരുന്ന് അവരേതൊരു വലിയ ഉദ്യോഗസ്ഥയാണ്. പക്ഷെ ഭയങ്കര സ്ട്രെസ്സിലും ടെൻഷനിലുമാണ്. അവര് ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് ഫോണിലൂടെ ആരൊക്കെയോ ചീത്ത പറയുന്നു. ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്കൊക്കെ അടിച്ചിരുന്ന് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുടിക്കുന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ സ്ട്രെസ് ഒന്ന് കളയാൻ പറ്റുമോ. ഒരു പരീക്ഷണം പോലെ ഞാൻ അവരെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മാഡം, യുവർ ഇൻബോക്സ് ഈസ് അതർ പീപ്പിൾസ് അജണ്ട എന്ന്. അപ്പൊ അവരെന്റെ നേരെ തിരിഞ്ഞു. വാട്ട്? ഈ സമയത്ത് മാഡം മറ്റുള്ളവരുടെ അജണ്ടയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ പേഴ്സണൽ ടൈം അല്ലേ? ആ ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവരിങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ആ ലാപ്ടോപ്പൊക്കെ മാറ്റിവെക്കേ, എന്നിട്ട് മാഡത്തിനായിട്ട് 1 മണിക്കൂർ കുറച്ച് സമയം കൊടുക്ക്. മറ്റുള്ളവരുടെ അജണ്ടയിൽ വർക്ക് ചെയ്യല്ലേ എന്ന്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ വർക്ക് തുടങ്ങാം. പക്ഷെ അതുവരെങ്കിലും മാഡത്തിനായിട്ട് സമയം കൊടുക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നമ്മുടെ ഇൻബോക്സ് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ അജണ്ടയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന മെസ്സേജുകൾ, നമ്മുടെ ഇൻബോക്സിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അജണ്ടയാണോ മറ്റുള്ളവരുടെ അജണ്ടയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ തന്നെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളെ ചിന്തകളും നമ്മുടെ ആക്ഷൻസും ഒക്കെ മറ്റുള്ളവരുടെ അജണ്ടയിലെ വർക്ക് ചെയ്യുക. വാട്സപ്പ് മാത്രമൊന്നുമില്ല, ഈ ഇൻബോക്സ് ഒക്കെ നമ്മുടെ അജണ്ടയിലാണോ മറ്റുള്ളവരുടെ അജണ്ടയിലാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കും.